ഇന്നലെ കൊല്ലത്തുണ്ടായ പ്രതിഷേധ പ്രകടനമാണ് ഏറ്റവും വേറിട്ട് നിൽക്കുന്നതും നാണിച്ച് മൂക്കത്ത് വിരൽ വെച്ച് പോകുന്നതും. അതിനുള്ള കാരണം സ്വാഭാവികമായി നടത്തിയ പ്രതിഷേധത്തിലുണ്ടാകുന്ന മുദ്രാവാക്യം വിളിയല്ല, മറിച്ച് ആ മുദ്രാവാക്യം വിളിക്ക് നേതൃത്വം കൊടുത്തത് ആരെന്നുള്ളത് നോക്കിയപ്പോഴാണ്. പ്രതിഷേധ പ്രകടനത്തിൽ സ്ത്രീവിരുദ്ധത നിറഞ്ഞ മുദ്രാവാക്യം വിളിച്ചത് ഡിവൈഎഫ്ഐ ആണ്. ആ ഡിവൈഎഫ്ഐക്ക് കൊല്ലത്ത് മുൻപന്തിയിൽ നിന്ന് നയിച്ചതാകട്ടെ ചിന്താ ജെറോമും. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉയർത്തിയ ഈ സ്ത്രീവിരുദ്ധ മുദ്രാവാക്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തോതിൽ വിമർശന വിധേയമാവുകയാണ്. ഒരു വനിതാ മന്ത്രിക്ക് നേരെ ഇങ്ങനെ കയ്യേറ്റം ചെയ്യാൻ നാണമില്ലേ കോൺഗ്രസ് KSU പ്രവർത്തകരെ എന്നാണ് CPM നേതാക്കളടക്കം ചോദിച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്തൊരു സംഭവം എന്ന രീതിയിൽ CPM അതിനെ വിമർശിച്ചു. സ്ത്രീകൾക്ക് നേരെ, അമ്മയ്ക്കും പെങ്ങൾക്കും നേരെ ഇത്തരത്തിലാണോ ആക്രമണം നടത്തേണ്ടത് എന്ന് ചോദിച്ച CPM നേതാക്കളെ കൊണ്ട് തന്നെ മൂക്കത്ത് വിരൽ വെപ്പിച്ചു ചിന്താ ജെറോം. കാരണം അച്ഛനില്ല നേരത്ത് അമ്മയ്ക്കുണ്ടായ പട്ടികളെ വാടാ വാടാ പോരിന് വാടാ, ഇതുകൂടാതെ വളരെ മോശകരമായ വാക്കുകൾ അടങ്ങിയ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിലുള്ള മുദ്രാവാക്യം വിളികളായിരുന്നു അതിൽ കേട്ടത്. ആ ദൃശ്യങ്ങളിലേക്ക്. ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ കടുത്ത പ്രതിഷേധം സോഷ്യൽ മീഡിയ സൈബർ ഇടത്ത് ഉയർന്നു കേൾക്കുന്നുണ്ട്. ഒരു വിഷയത്തെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ അറിയാമെന്ന് പറഞ്ഞ CPM-നെ സംബന്ധിച്ച് അതിനേക്കാൾ അധപതിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് വിമർശനം ഉയരുന്നത്, കമന്റുകൾ കേൾക്കുന്നത്. ഡിവൈഎഫ്ഐ നടത്തിയ പ്രകടനത്തിൽ ഉയർന്ന ഈ സ്ത്രീവിരുദ്ധ മുദ്രാവാക്യങ്ങൾക്കെതിരെ നിരവധി ആളുകളാണ് രംഗത്ത് വന്നത്. അതിൽ കോൺഗ്രസ് നേതാവ് VT ബൽറാം അടക്കം കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഫേസ്ബുക്കിലൂടെയാണ് VT ബൽറാം നിലപാട് വ്യക്തമാക്കിയത്. ബുധനാഴ്ച ചിന്താ ജെറോം നയിച്ച പ്രതിഷേധ ജാഥയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വിളിച്ച ഈ മുദ്രാവാക്യം വിളികൾ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധവും സംസ്കാര ശൂന്യവുമാണെന്നാണ് VT ബൽറാം പറഞ്ഞത്. പ്രകോപനപരമായിട്ടുള്ള ഈ മുദ്രാവാക്യങ്ങളിലെ ഓരോ വാക്കും അക്രമോത്സുകവും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. CPM പ്രവർത്തകരായതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ സാംസ്കാരിക നായകരുടെ ഭാഗത്തു നിന്ന് വിമർശനമോ മറ്റ് സാമൂഹിക ഓഡിറ്റിങ്ങോ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള പരിഹാസവും ഇതോടൊപ്പം തന്നെ VT ബൽറാം പങ്കുവച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ചിന്താ ജെറോമിന്റെയും കൂട്ടരുടെയും ഈ പ്രവൃത്തി വളരെ മോശമായി പോയെന്നും തന്റെ വിയോജിപ്പ് പരസ്യമായി തന്നെ രേഖപ്പെടുത്തുന്നു എന്നുകൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതിന് താഴെ തന്നെ CPM സൈബർ ഇടത്തു നിന്നുള്ള ആക്രമണം കാണാൻ ഇടയാവുകയും ചെയ്തു.
ഹീനമായൊരു പ്രവൃത്തി ചെയ്തു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്. എന്നാൽ അതിനേക്കാൾ മലീമസമായ ഏറ്റവും ഹീനമായൊരു മുദ്രാവാക്യം വിളിയുമായി വനിതാ നേതാവ് തന്നെ തെരുവിലിറങ്ങുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഴം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുക. മന്ത്രി വീണ ജോർജിനെ KSU പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിനെതിരെ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിലാണ് ഈ പ്രകോപനപരമായ മുദ്രാവാക്യം വിളികളുണ്ടായത്. സംഭവത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്ന വിമർശനം വളരെ വലുതാണ്. എന്നാൽ തനിക്കെതിരെ ഇങ്ങനെയൊരു വിമർശനം ഉയർന്നതോടെ ഇതിൽ വിശദീകരണവുമായി ചിന്താ ജെറോമും ആർക്കും തന്നെ മനസ്സിലാകാത്ത ഭാഷയിൽ രംഗത്തെത്തിയിട്ടുണ്ട്. പൂർണ്ണമായും ഇതിനെ തള്ളിക്കളയുകയാണ് ചിന്താ ജെറോം. താൻ അസഭ്യമൊന്നും തന്നെ പറഞ്ഞിട്ടില്ല, തന്നെ ആക്രമിക്കുന്നതായി ചിന്താ ജെറോം ആരോപിക്കുകയും ചെയ്തു. മന്ത്രി ആക്രമിച്ചതിലെ പ്രതിഷേധമേറെ വൈകാരികമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിന്താ ജെറോം വിഷയം മറ്റു തലങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത്. എന്നാൽ ആ പറഞ്ഞ വാക്കുകളുടെ മാന്യത, സംശുദ്ധി, സംസ്കാരം ഇതൊന്നും തന്നെ പറയാൻ ചിന്ത തയ്യാറായിട്ടില്ല എന്നുള്ളത് വേണം ശ്രദ്ധിക്കേണ്ടത്. ചിന്ത നയിക്കുന്ന ഒരു ജാഥയിൽ എത്രത്തോളം വൈകാരികമാകുന്നു അത് മാന്യമായി ഭാഷ ഉപയോഗിക്കാൻ, വാക്കുകൾ ഉപയോഗിക്കാൻ എന്തുകൊണ്ട് ചിന്ത ഇടപെട്ടില്ല? മലയാളത്തിൽ പ്രബന്ധമടക്കം അവതരിപ്പിക്കുന്ന ചിന്തയ്ക്ക് മലയാളത്തിലെ തെറിവാക്കുകൾ അറിയില്ലേ, മോശപ്പെട്ട വ്യാകരണങ്ങൾ അറിയില്ലേ എന്നാണ് വിമർശനം ഉയരുന്നത്. മന്ത്രി വീണ ജോർജ് തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവാണ്. പക്ഷേ മുദ്രാവാക്യം വിളിയിൽ ഏതോ ഒരു ഭാഗത്തുണ്ടായ ചെറിയ ഭാഗം കട്ട് ചെയ്ത് പ്രചരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നാണ് ചിന്താ ജെറോം പറയുന്നത്. അസഭ്യം പറഞ്ഞു എന്ന് പറയുന്നത് തെറ്റാണെന്നാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നപ്പോഴും ചിന്താ ജെറോം ആവർത്തിക്കുന്നത്. ഇനിയിപ്പോൾ ദൃശ്യങ്ങളാണെന്ന് ഒരുപക്ഷെ പിന്നീട് വിമർശനം ഉയർന്നു കേട്ടേക്കാം. എന്തായിരുന്നാലും വ്യാജ പ്രചരണം എന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ ചെറുക്കാൻ CPM തീരുമാനിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജിനെതിരെ KSU പ്രവർത്തകർ ആക്രമണം നടത്തിയെന്ന് പറയുന്നത്. പോലീസ് വലയത്തിനകത്തേക്ക് കടക്കാൻ കഴിയാത്ത KSU പ്രവർത്തകർ എങ്ങനെ ആക്രമിച്ചു? അമാനുഷികമായ എന്തോ ഒരു കരുത്ത് KSU പ്രവർത്തകർക്കുണ്ടോ എന്ന ചോദ്യമാണ് പലരും ഉന്നയിച്ചത്. 20-25ഓളം പോലീസിന്റെ അകമ്പടിയോടുകൂടി വന്ന വീണ ജോർജിനെ കേവലം 3-4 KSU പിള്ളേർ എങ്ങനെ ആക്രമിക്കുമെന്ന ചോദ്യം പലരും ഉയർത്തിയിരുന്നു. അങ്ങനെ ആക്രമിച്ചെങ്കിൽ അവർ അമാനുഷികരാണെന്നും അവർക്ക് അപാര കഴിവാണെന്നും പലരും വിമർശിച്ചു. വീണ ജോർജിനെതിരെ നടന്നിട്ടുള്ളത് കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണെന്നും മന്ത്രിയെ കൊലപ്പെടുത്താനുള്ള ശ്രമവുമാണെന്നാണ് ഈ ഘട്ടത്തിലും ചിന്താ ജെറോം പറയുന്നത്. ആരോഗ്യമന്ത്രിക്ക് നേരെ ഉണ്ടായത് ഗുരുതരമായ ആക്രമണമാണ്. മന്ത്രിയെ കൊലപ്പെടുത്താനുള്ളൊരു ശ്രമം തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. സ്ത്രീപക്ഷ നിലപാടിനൊപ്പമാണ്. പക്ഷെ തന്നെ ഇപ്പോൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്രമണം തന്നെയാണ് സമൂഹ മാധ്യമ ഇടങ്ങളിൽ നടക്കുന്നതെന്നാണ് ചിന്ത പറയുന്നത്. അതേസമയം വീണ ജോർജിനെതിരായിട്ടുള്ള സൈബർ പ്രതിഷേധങ്ങൾ നിറയുന്ന ഘട്ടത്തിൽ മന്ത്രിയെ പരിഹസിച്ചുകൊണ്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനും MLAയുമായിട്ടുള്ള ചാണ്ടി ഉമ്മൻ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഈ ഘട്ടത്തിൽ ഏറ്റവും അധികം ഓർക്കുന്നത് ഉമ്മൻചാണ്ടിയെ തന്നെയാണ്. കാരണം 10-12 വർഷങ്ങൾക്ക് മുൻപേ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് നേരെ CPM പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം പരിധി വിട്ടു പോയതും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു പ്രവൃത്തി ചെയ്തതും അതിനെ എത്ര നിസ്സാരമായി ക്ഷമയോടുകൂടി അത് തള്ളിക്കളഞ്ഞ ഒരു മാതൃകാ മുഖ്യമന്ത്രി ആയിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലേറെ നിറഞ്ഞതാണ്. ഒരു പാറക്കല്ല് കരിങ്കല്ല് വന്ന് നെഞ്ചത്ത് പതിച്ചിട്ടും ചോര പൊടിഞ്ഞിട്ടും നെറ്റിയിൽ നിന്ന് ചോര വാർന്നിട്ട് പോലും ഒരു ചെറു ചിരിയോടുകൂടി അതൊക്കെ തള്ളിക്കളഞ്ഞ, അതിൻ്റെ പേരിൽ പ്രകോപിതരാകരുതെന്ന് സഹപ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി പ്രതിപക്ഷത്തിന് സുരക്ഷ നൽകിയ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു നമുക്ക്. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ഇപ്പോഴത്തെ മന്ത്രിക്ക് നേരെയുണ്ടായ പ്രതിഷേധങ്ങളെ സർക്കാർ ഒരു ദുരന്തമായി ചിത്രീകരിക്കുന്നു. ദൃശ്യങ്ങളിൽ തെളിവില്ലാതെ നടത്തുന്ന പ്രചാരണം ഇത് സർക്കാരിൻ്റെ തന്നെ പതനത്തിന് കാരണമാകുമെന്നാണ് ചാണ്ടി ഉമ്മൻ ആ കാര്യങ്ങളൊക്കെ തന്നെ ഓർമ്മിച്ചുകൊണ്ട് ഇന്ന് പറയുന്നത്. 2013 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് നേരെയുണ്ടായ കല്ലേറുമായി ഈ സംഭവത്തെ താരതമ്യം ചെയ്തുകൊണ്ടാണ് ഈ രൂക്ഷ വിമർശനം ഉയർത്തിയത്.